ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജിൻസ് എം ജെ വ്ളോഗ്സ് ഡേ 3. ഇന്ന് ആക്ച്വലി ടീഷർട്ടിൻ്റെ ചലഞ്ച് ഇല്ല കേട്ടോ. ഓക്കെ, ഇന്ന് നമ്മൾ വേറൊരു സംഭവം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഒരു ഇൻട്രോ എടുത്തതേ ഓർമ്മയുള്ളൂ. നല്ല ഗംഭീര മഴ ഇങ്ങനെ വരാൻ നേരത്ത് പിന്നെ അത് പോയിട്ടോ, പിന്നെ അതൊക്കെ പോയി. ഇതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാനിപ്പോൾ എന്താണ് പഠിക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതെ, ഡോയ്ഷാണ് പഠിക്കുന്നത്. ഇതിൻ്റെ ഒരു എക്സാം ഉണ്ട്, ഇൻ്റർനാഷണൽ എക്സാം. ഈ സാധനം ബുക്ക് ചെയ്യേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല, ഭയങ്കര ടഫാണ് ഇതിൻ്റെ ഡേറ്റ് കിട്ടാൻ. എക്സാമിനാകെ 4700 സംതിങ് ഉള്ളൂ B1. പക്ഷേ ഈ സാധനം ബുക്ക് ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാൻ 2500, 3000, 1500 വാങ്ങുന്ന ആൾക്കാരുണ്ട്. സോ ഇന്ന് നമുക്ക് കൊച്ചി ട്രിവാൻഡ്രത്തെ ഡേറ്റ് കിട്ടി. അപ്പോൾ അത് എങ്ങനെ നമുക്ക് സൈറ്റിൽ കയറി ബുക്ക് ചെയ്യാമെന്നാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ. വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാനിവിടെ ഡയറക്റ്റ് ബുക്കിംഗ് ആണ് കാണിക്കുന്നത്. ബുക്കിങ്ങിൻ്റെ അന്നാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പം നേരെ ഗോയിത്തെ വെബ്സൈറ്റിൽ പോവുക, അതിനുശേഷം കൊച്ചി ട്രിവാൻഡ്രം എടുക്കുക. അതിനുശേഷം 3 മണിക്ക് ശേഷമാണ് ഇന്ന് കൊച്ചിയുടെ ഉണ്ടായത്. അപ്പോൾ ഞാൻ കൊച്ചി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇവിടെ കൊച്ചിയുടെ ആ ഒരു ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഏറ്റവും അടിയിലുള്ള ആ ഒരു ഡേറ്റ് ക്ലിക്ക് ചെയ്തു. ഇനി ഏതാണോ വരാൻ പോകുന്ന ഡേറ്റ് അത്. ഫുൾ മൊഡ്യൂൾ ഇല്ല, ഫുൾ മൊഡ്യൂൾ ഓൾറെഡി ബുക്ക്ഡ് ആണ്. അപ്പോൾ നമുക്ക് 3 മൊഡ്യൂൾ വരെ നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ 2 മൊഡ്യൂൾ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം പ്രൊസീഡ് ടു പേ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ബുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് വന്നു. അത് സെറ്റാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ മസ്റ്റായിട്ട് ബുക്ക് ചെയ്യുന്ന സമയത്ത്, നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പാസ്പോർട്ടിൽ എങ്ങനെയാണോ നിങ്ങളുടെ പേരുള്ളത്, അതുപോലെ തന്നെ ഡീറ്റെയിൽസ് ഉള്ളത്, അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു അക്കൗണ്ടിലും കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കത് ഭയങ്കര പ്രശ്നമായിരിക്കും. പാസ്പോർട്ടിൽ എന്താണോ ഉള്ളത് അത് അങ്ങനെ തന്നെയാണ് കൊടുക്കേണ്ടത്. അതിൽ യാതൊരു മാറ്റവും ഇല്ല. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ പണിയാണ്. പിന്നെ ഫോട്ടോ, നമ്മൾ ഈ പ്രൊഫൈലിൽ, ഈ കൊച്ചി ട്രിവാൻഡ്രത്ത് നമ്മൾ പ്രൊഫൈലിൽ ഒരു ഫോട്ടോ ഇടണം. ആ ഒരു ഫോട്ടോ വൃത്തിക്കുള്ളൊരു ഫോട്ടോ ആയിരിക്കണം. പിന്നെ നിങ്ങൾ എക്സാമിന് പോകുന്ന സമയത്തും കയ്യിലൊരു ഫോട്ടോ പിടിച്ചു കഴിഞ്ഞാൽ അത്ര നല്ലത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വളരെ ചെറിയൊരു ഇൻഫർമേറ്റീവ് യൂസ്ഫുൾ വീഡിയോ ആണ്. എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ ചെന്നൈ എക്സാം ബ്ലോഗ് ഇട്ട സമയത്ത്. അപ്പോൾ അതുകൊണ്ട് മാത്രം ചെയ്തതാണ്. ചെന്നൈ എക്സാം, ചെന്നൈയുടെ ബുക്കിംഗ് ഡേറ്റ് ഒരു വട്ടം ഓപ്പൺ ആയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇത് കഴിഞ്ഞിട്ടിടാം. അപ്പോൾ ശരി, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.